നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ടാവില്ല, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് കഴിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കഴിക്കൂല, ഒരു വക കഴിക്കൂല കേട്ടോ. 4 ആൾ കൂടുമ്പോൾ ഈ പറച്ചലിന്റെ സ്ട്രെങ്തും കൂടും. ഈ പയ്യൻ ഫുഡിന്റെ അടുത്തിരിക്കുമ്പോൾ ഈ കേട്ട വാക്കുകളില്ലേ, ആ വാക്കുകൾ അവന്റെ ചിന്തയായി മാറും. അപ്പൊ അവരെന്തിനി ചിന്തിച്ചു തുടങ്ങും? ഞാൻ കഴിക്കൂലല്ലോ, ഞാൻ കഴിക്കാത്തവനാ. ആര് പറഞ്ഞു? എൻ്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ വാപ്പ പറഞ്ഞു, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറയല്ലേ അത്. കഴിക്കൂല എന്നൊരു വിശ്വാസത്തിൽ അവൻ എന്ത് ചിന്ത വരും? ഞാൻ കഴിക്കില്ല. അപ്പൊ എന്ത് ഫീലിങ്സ് വരും? കഴിക്കണ്ടെന്നൊരു ഫീലിങ്സ് വരും. അപ്പൊ എന്ത് ആക്ഷൻ എടുക്കും? കൈ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്ത് റിസൾട്ട് കിട്ടും? അവൻ കഴിക്കൂല. ഞാൻ പറഞ്ഞ ആ ഡയഗ്രാം കംപ്ലീറ്റ് ആയണ്ടോ? അമ്മയുടെ ഒരു വിശ്വാസമാണ് എന്താണ്? അവൻ കഴിക്കൂലെന്ന്. ആ വിശ്വാസം അമ്മ നാവുകൊണ്ട് പറഞ്ഞപ്പോ അവൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അവന് ഫീലിങ്സ് ആയി. എന്താണ്? കഴിക്കില്ലല്ലോ, ഇനിയിപ്പോ കഴിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. ആക്ഷൻ എടുത്തു, അവന് റിസൾട്ട് കിട്ടി, അവൻ കഴിക്കാതായി. ഇതേപോലെയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും. നമ്മൾ ആഫർമേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ ഈ ആഫർമേറ്റ് ചെയ്യുന്ന ഓരോ വാക്കുകളും നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുകയാണ്.